ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നദിയാസ് ഡേയ്സ്. ഇന്ന് നമുക്ക് സൗദി അറേബ്യയിലെ അൽഹസയിലുള്ള ജബൽ അൽ ഖാരയിലെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് ഈ മൗണ്ടന്റെ പുറത്തു നിന്നുള്ള വ്യൂ. സൗദിയിലെ റിയാദിലോ ദമാമിലോ ഒക്കെ ഉള്ളവരെ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഈ മൗണ്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനുള്ളിലുള്ള ഈ കേവുകളാണ്. ഇതാരും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല, നാച്ചുറലായിട്ട് ഇങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളത് പറയുമ്പോഴാണ് അതിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാവുക. റിയാദ് ദമാം ഹൈവേയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേയിൽ നിന്ന് അൽസാദ് എന്ന സ്ഥലത്ത് വെച്ച് എക്സിറ്റ് എടുത്ത് ഹൊഫൂഫ് റോഡിൽ കയറണം. അൽസാദിലെ ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്കത് കാണാൻ പറ്റും. ഹൊഫൂഫ് റോഡിൽ കയറി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ബ്ലാക്ക് പൈപ്പുകൾ കാണാം. സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള അബ്കേക്ക് തൊട്ട് യാംബു വരെയുള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് ഇത്. ചില സ്ഥലത്ത് ഓയിൽ പമ്പിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ട് ഇതുപോലത്തെ പൈപ്പുകൾ. അപ്പോ എണ്ണപ്പാടത്തിന് നടുവിൽ കൂടിയാണ് നമ്മുടെ യാത്ര എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നേരെ നമ്മൾ പോയത് അൽ ഉഖേർ ബീച്ചിലാണ്. കോവിഡ് ആയത് കാരണം കൊണ്ടാവും ആളുകൾ വളരെ കുറവായിരുന്നു ബീച്ചില്. അൽ ഉഖേർ പഴയ കാലത്തെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ടാക്സ് കളക്ട് ചെയ്യുന്ന സ്ഥലവും ഒരു ഫോർട്ടും ഒക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം. പിന്നെ റോഡ് ബീച്ചിന് സൈഡിൽ കൂടെ ആയിരുന്നു. ഇതിലൂടെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആംഫി തിയേറ്ററിലാണ് എത്തിച്ചേർന്നത്. ഇവിടത്തെ ഫൗണ്ടനും ലൈറ്റിംഗ് അറേഞ്ച്മെന്റും ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കോവിഡ് ആയതുകൊണ്ടാവും. ആളുകളും വളരെ കുറവായിരുന്നു. ശരിക്കും ഭയങ്കര വലിയൊരു ആംഫി തിയേറ്റർ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടത്തെ ലോണും ബാക്കി കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബീച്ചിൽ ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് അരാംകോന്റെ മെയിൻ്റനൻസിലുള്ള ഇതുപോലത്തെ പല പല ഏരിയകൾ നമുക്ക് കാണാം. അപ്പോഴേക്കും സൺസെറ്റ് ആവാറായി. എത്രയും പെട്ടെന്ന് അൽഹസ ടൗണിൽ എത്താനായിട്ട് തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. ഇവിടെ സൺസെറ്റ് കടലിലല്ല കേട്ടോ, കടല് കിഴക്ക് ഭാഗത്താണ്. അങ്ങനെ നമ്മള് ഹോട്ടലിലെത്തി. പിറ്റേ ദിവസം രാവിലെ 5:30 മണിക്ക് അൽഹസ ടൗണിന്റെ വ്യൂ ആണിത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ജബൽ അൽ ഖാര കാണാനായിട്ട്. ഇത് അൽഹസയിലെ സഹൂദ് ഫോർട്ടാണ്. കിങ് സൗദ് ആണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. അൽഹസ ഒരു ഒയാസിസ് ആണ്. ഇവിടെ ചുറ്റുഭാഗത്തും വലിയ വലിയ ഫാമുകൾ നമുക്ക് കാണാം. മെയിനായിട്ടും ഡേറ്റ്സിന്റെ ഫാമാണുള്ളത്. ഇപ്പൊ ഡേറ്റ്സിന്റെ സീസൺ ആയതുകൊണ്ട് ഈ മരങ്ങളിലെല്ലാം നല്ല ഗോൾഡൻ കളറില് പറിക്കാൻ പാകത്തിന് ഡേറ്റ്സ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അൽഹസയില് ഏതാണ്ട് ഒരു 3 മില്യൺ പാം ട്രീസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഡെയിലി ഏതാണ്ട് 5 ടൺ ഡേറ്റ്സും ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് പോലും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹസ സിറ്റിയുടെ ജസ്റ്റ് ഔട്ട്സൈഡ് ആണ് ജബൽ അൽ ഖാര. ജബൽ എന്ന അറബിക് വേർഡിന്റെ മീനിങ് പർവ്വതം എന്നാണ്. ഇപ്പൊ ഇതാ അൽ ഖാര പർവ്വതത്തിന്റെ ഒരറ്റം കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇത് കിലോമീറ്ററുകളോളം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഗൂഗിൾ ഇവിടെ സ്റ്റോപ്പായി. ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇനി ഇതിലേക്കുള്ള എൻട്രൻസ് കണ്ടുപിടിക്കണം. വഴി ചോദിക്കാൻ കിട്ടിയത് ഒരു മലയാളിയെ തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്തെത്തിയതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞു കാണും. അതാ അവിടെ എൻട്രൻസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇനി കാർ ഇവിടെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇതിൻ്റെ എൻട്രൻസിലെ മണ്ണുകൊണ്ടും ഈന്തപ്പനയുടെ ഓല കൊണ്ടും ഒക്കെ ചെറിയ ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറിയാൽ താഴെ ടിക്കറ്റ് കൗണ്ടറും കുറച്ച് ഷോപ്പുകളും ഒക്കെയാണുള്ളത്. പിന്നെ മുകളിൽ ആദ്യം ചെറിയൊരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല പുരാവസ്തുക്കളും ഇവിടെ എക്സിബിഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അഡൾട്ട്സിന് 50 റിയാലാണ് ടിക്കറ്റിന്റെ ചാർജ്. 13 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇനി ഇവിടുന്ന് പുറത്തേക്കാണ് നമുക്ക് മൗണ്ടനിലേക്ക് പോകേണ്ടത്. ഈ മൗണ്ടന്റെ എൻട്രൻസിലായിട്ട് പല ഇൻഫർമേഷൻസും അറബിക്കിലും ഇംഗ്ലീഷിലും എഴുതി വച്ചിട്ടുണ്ട്. നമ്മളിപ്പോ 158 മീറ്റർ എബവ് ദ സീ ലെവലാണ്. ഇതാണ് മൗണ്ടന്റെ ഫസ്റ്റ് വ്യൂ. പല പല ഷേപ്പുകളിലുള്ള ഈ പാറക്കൂട്ടങ്ങള് ആരും ഒരു ഷേപ്പിങ്ങും ചെയ്യാതെ വെള്ളം ഒഴുകിയിറങ്ങി തനിയെ ഉണ്ടായിട്ടുള്ളതാണുള്ളത്. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ? അപ്പോ അതാണ് ജബൽ അൽ ഖാരയുടെ പ്രത്യേകത. ഈ നടപ്പാതയും മ്യൂസിയവും താഴെയുള്ള ഷോപ്പുകളും എല്ലാം റെനോവേഷന്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ. ഈ കൊടും ചൂടിൽ കൂടി കേവിന്റെ ഓപ്പണിംഗ് വരെ നടക്കാൻ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. ഇതിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തിന് ഏതാണ്ട് 75 മീറ്റർ ആണ് പൊക്കം. ഈ ചൂടിൽ നിന്ന് കയറി വരുമ്പോഴാണ് ഉള്ളിലത്തെ തണുപ്പ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. കേവിന്റെ ഉള്ളിലേക്ക് കയറിയ ഉടനെയുള്ള വ്യൂ ആണിത്. ഇത് ലൈംസ്റ്റോൺ പാറകളാണ്. മഴവെള്ളം അരിച്ചിറങ്ങി ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഇതുപോലെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. പകൽ സമയത്ത് പല ചെറിയ ചെറിയ സ്പ്ലിറ്റുകളിൽ കൂടിയും സൺലൈറ്റ് കയറുന്ന കാരണം കൊണ്ട് ഉള്ളിൽ നല്ല വെളിച്ചമുണ്ട്. രാത്രി 9 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ സൺസെറ്റിന് ശേഷം വരുന്നവർക്ക് വേണ്ടി എല്ലാ സ്ഥലത്തും ലൈറ്റുകളും ഉണ്ട്. ചില സ്ഥലത്ത് നല്ല ഹൈറ്റിലെ ഒരുവിധം വിസ്താരമുള്ള പാസേജുകളുണ്ട്. എന്നാൽ മറ്റു ചില സ്ഥലത്ത് ഇടുങ്ങിയ പാസേജുകളും ഉണ്ട്. അതിലേക്കൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ല, ചെരിഞ്ഞിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അത്ര വലുപ്പം കുറവാണ്.
വീതി കുറഞ്ഞ പാസേജിൽ കൂടെ എത്തിയ ഒരു കേവിന്റെ ഉൾഭാഗത്തെ വ്യൂ ആണിത്. അപ്പോഴിനി അൽഖാര വില്ലേജിൽ നിന്നും അൽഹസയിൽ എത്തി ഫുഡ് കഴിച്ചിട്ട് വേണം റിയാദിലേക്ക് പോകാൻ. വേണമെങ്കിൽ റിയാദിൽ നിന്ന് വൺ ഡേ ട്രിപ്പായിട്ട് പോയി വരാനും കഴിയും. കാരണം 4 മണിക്കൂർ യാത്രയേ ഉള്ളൂ ഇങ്ങോട്ട്. നമ്മൾ ബീച്ചും കൂടെ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ടാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത്. തിരിച്ചു വരുന്ന വഴിക്ക് ദമാമെന്ന് റിയാദിലേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടു. അത് ഹൊഫൂഫ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊപ്പം എത്താൻ കുറച്ച് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി. ഇതാണ് ഹൊഫൂഫ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ ഫുഡ് കഴിച്ച് റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. ഇനി നേരെ റിയാദിലേക്ക്. ഈ പോകുന്ന ലോറി ശ്രദ്ധിച്ചോ? ഒട്ടകങ്ങൾക്കും ആടുകൾക്കും ഒക്കെ കൊടുക്കാനുള്ള പുല്ലാണ് ഈ റോളാക്കി വെച്ചിട്ടുള്ളത്. അധികം ദൂരെ അല്ലാതെ ഒട്ടകക്കൂട്ടങ്ങളെയും കണ്ടു. ഇത് തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്യൂൺസ് കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഹൊഫൂഫിലെ സാൻഡിന് ഒരു വൈറ്റിഷ് കളറാണുള്ളത്. അതേസമയം റിയാദിലെ സാൻഡിന് ഒരു ബ്രൗണിഷ് കളറാണുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.